ഏതൊക്കെ രീതിയിലൊക്കെയാണ് നമുക്ക് അവിടെ ഇടപെടാനായിട്ടും പ്രവർത്തിക്കാനൊക്കെ ആയിട്ട് സാധിച്ചത്? എനിക്ക് തോന്നുന്നു മിഷനറി ആയിട്ട് ഒരാൾ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാ കാര്യവും അതിനുവേണ്ടി ക്രമീകരിക്കപ്പെടുമെന്നാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ മിഷൻ യാത്രയിൽ നിന്ന്. ഞങ്ങളവിടെ വൈകുന്നേരങ്ങളിൽ മാത്രമാണ് നമുക്കവിടെ ഒരു ഫാമിലി വിസിറ്റിന് ഒരു സാഹചര്യമുള്ളൂ. അതിരാവിലെ ഇവർ അവരുടെ പണിസ്ഥലങ്ങളിലേക്ക് പോകും. അതിനുശേഷം ഒരു 9 മണി 9:30 ആകുമ്പോൾ അവർ വീട്ടിൽ വന്ന് റെസ്റ്റാണ്. പിന്നീട് നമുക്ക് ആ 9:30 10 മണിക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ സാധിക്കില്ല. കാരണം അത്ര നല്ല വെയിലാണ്. 40-45 ഡിഗ്രിയാണ് അവിടെ. ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പോൾ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ പ്ലേസ് ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ ഒരു പാരിഷ് പ്രീസ്റ്റിനൊക്കെ ഉള്ള വളരെ വലിയ ഈ കുട്ടികളെ കൊണ്ട് എങ്ങനെ സർവൈവ് ചെയ്യുന്നുള്ളൊരു ഇതായിരുന്നു. ഈവനിങ്ങിൽ നമ്മൾ പോകാം, ഇങ്ങനെ ഫാമിലി വിസിറ്റിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് 2 ദിവസങ്ങളിൽ പോകാനായിട്ട് പറ്റുന്നില്ല, ചില തടസ്സങ്ങൾ. പക്ഷേ മൂത്തവന് ചെറിയൊരു ടെമ്പറേച്ചർ പോലെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ പറഞ്ഞു തുടർച്ചയായിട്ട് 3 ദിവസത്തെ ഇഞ്ചക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് പതറി. പക്ഷേ നമ്മൾ അവനെ അവിടെ ആക്കിയിട്ട് വീട്ടിലാക്കിയിട്ട് അവനെ തന്നെ ആക്കിയിട്ട് നമ്മൾ പോകാം എന്ന് തീരുമാനിച്ച ആ സമയം മുതൽ അവൻ്റെ പനി മാറി എന്നുള്ളത്. അപ്പോൾ എന്ത് തടസ്സമുണ്ടോ അതിനേക്കാളും ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് അതിലേക്ക് എടുത്തു വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ തടസ്സങ്ങൾ മാറുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ശേഷം നമ്മളവിടെ ഉള്ള എല്ലാ ഫാമിലികളെയും നമ്മൾ സന്ദർശിച്ചു. അതൊരു നല്ലൊരു വില്ലേജായിരുന്നു. നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പ്ലേസ് ചെയ്തത്. അച്ഛന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മളെങ്ങനെയാണ്. പക്ഷേ എങ്കിൽ പോലും GC യൂത്തിൻ്റെ ഒരു സപ്പോർട്ടുള്ളൊരു സ്ഥലമായിരുന്നില്ല. അവർ തന്നെ വന്നിരുന്നൊരു വില്ലേജ് അല്ല അത്. ആദ്യമായിട്ടാണ് ആ ഒരു വില്ലേജിനെ പറ്റി കേൾക്കുന്നതും ഒക്കെ. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായ മറ്റൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീടുകളിലും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്ന് ഞങ്ങൾ ബൈബിൾ തുറക്കുമ്പോൾ ആ വീടിന് വേണ്ടി കൃത്യമായൊരു വചനം ഞങ്ങൾക്ക് നൽകപ്പെട്ടു എന്നുള്ളതാണ്. അത് ഒട്ടും തന്നെ വ്യാഖ്യാനത്തിന് അവസരമില്ല വചനത്തിൽ. വളരെ ഡയറക്റ്റ് മെസ്സേജ്. ചില മെസ്സേജുകളൊക്കെ നമ്മൾ എങ്ങനെ പറയും എന്ന് ചിന്തിച്ചപ്പോൾ നമ്മൾ ധൈര്യപൂർവ്വം പറഞ്ഞതിന് ശേഷം നമ്മുടെ കൂടെ വന്ന അവർ പറയാണ്, ആ വീടിന് നിങ്ങൾ പറഞ്ഞ മെസ്സേജ് കറക്റ്റാണ്, അതങ്ങനെയാണ്, ആ വീട് ആ ഭവനം അങ്ങനെയാണ്. ഇതുപോലെ ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു പനി പിടിച്ച് കിടക്കുന്ന ഒരു ചേച്ചി, ആ ചേച്ചി അവിടെ എനിക്ക് തോന്നുന്നു ഒരു മാസത്തിലൊരിക്കൽ മാത്രമാണ് അവിടെ കുർബാനയുള്ളത്. അതുപോലെ തന്നെ കുമ്പസാരം വർഷത്തിലൊരിക്കലേ ഉള്ളൂ. ആ കുമ്പസാരം ഈസ്റ്ററിനോടനുബന്ധിച്ചാണ് അവരുള്ളത്. ആ ചേച്ചി കുമ്പസാരിച്ചിട്ടുണ്ടായില്ല ആ വർഷം. ആ ചേച്ചിക്ക് എന്ത് ചെയ്ത പനി വിട്ടുമാറുന്നില്ല. അപ്പോൾ അവർ നമ്മളെ കാണുന്നത് വലിയ മിഷണറിമാരൊക്കെ ആയിട്ടാണ് നമ്മളെ കാണുന്നത്. നമ്മൾ ശരിക്കും ഒരു മിഷൻ എക്സ്പോഷറിന് വേണ്ടി മാത്രമാണ് പോകുന്നത്. എന്താണ് മിഷൻ സ്ഥലങ്ങളിൽ നടക്കുന്നത്, നമുക്ക് അവരോട് കുറച്ച് നേരം ഇന്ന് പ്രാർത്ഥിക്കാം, അവരുടെ കൂടെ ആയിരിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ അവർ നമ്മളെങ്ങനെയാണ് കണക്കാക്കുന്നത്? അവർ നമ്മുടെ അടുത്ത് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് വരും. പക്ഷേ നമ്മൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിച്ചിട്ടും ആ ചേച്ചിക്ക് യാതൊരു കുറവുമില്ല. അങ്ങനെയാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത്, നിങ്ങൾ കുമ്പസാരിച്ചിട്ടുണ്ടോ? അത് ബൈബിളിൽ നിന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് മെസ്സേജ് കിട്ടാണ്. കുമ്പസാരിക്കാനുള്ള ഒരു മെസ്സേജ് കിട്ടാണ്. അപ്പൊ ഞങ്ങളത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്ക് അന്ന് കുമ്പസാരിക്കാൻ പറ്റിയില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു. പിന്നീടാണ് നമ്മൾ അറിയുന്നത്, ഒരു ദിവസം ആ ചേച്ചി ഒരു കൊട്ട പഴമായിട്ട് വന്നിരിക്കുക. നമുക്ക് മനസ്സിലായില്ല, ആ ചേച്ചിയുടെ പനി സുഖപ്പെട്ടായിരുന്നു ആ ഒരു കുമ്പസാരത്തിന് ശേഷം. പിന്നെ പോകുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒത്തിരി വലിയൊരു കുഗ്രാമം പോലത്തെ ഒരു ഏരിയയിലേക്ക് പോകുന്നത്, ഒത്തിരി മലപ്രദേശത്തിൽ കൂടെയൊക്കെ പോകുന്നത്. ഞങ്ങൾ പോകുന്നത് ഒരു ചെറിയൊരു ഓട്ടോറിക്ഷയിലാണ്. അപ്പോൾ ഈ ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചങ്ങ് ഹൈറ്റിലേക്ക് പോയാൽ തിരിച്ച് താഴേക്ക് പോരും, പേടിയോ. അപ്പം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നന്മ നിറഞ്ഞവരെ ചെല്ലും. ഞങ്ങൾ തെലുങ്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രൈവർക്കും തെലുങ്ക് അറിയാം. ഞങ്ങളിങ്ങനെ യേശുവിനെ സ്തുതിക്കുമ്പോൾ ഈ വണ്ടി ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല, ഭയങ്കര വിജനമായ പ്രദേശം. അപ്പോൾ എങ്ങോട്ട് തിരിയണ്ടെന്ന് അറിയുന്നില്ല, നമ്മൾ ആകെ കൺഫ്യൂസ്ഡായി. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു ആട്ടിടയൻ, ഞാൻ ഇപ്പോഴത് വിശ്വസിക്കുന്ന ഒരു ഔസപിതാവാണെന്നാണ്. കാരണം ആ ഒരു സ്ഥലത്ത് വീടില്ല, ഈ പരിസര പ്രദേശത്തൊന്നും വീടില്ല. അവിടെ ഇത്രയും ആടുകളെ കൊണ്ട് ഒരു മനുഷ്യൻ അവിടെ വരണമെങ്കിൽ അതിനൊരു സ്കോപ്പില്ല. ഒരു വീടോ പരിസരമോ ഇല്ലാത്തൊരു സ്ഥലത്ത് ആ മനുഷ്യൻ അതിനു വേണ്ടി ഇവിടെ നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്തു. ആ മനുഷ്യനോട് ചോദിച്ചു എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചപ്പോൾ ആള് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ഡയറക്ഷനിൽ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്. ശരിക്കും നമുക്ക് ആ വഴി കൂടെ പോകാൻ നമുക്ക് റൂട്ട് മാപ്പ് ഒന്നുമില്ല, ഞങ്ങൾ അവിടെ എത്തിച്ചേരില്ലായിരുന്നു. അപ്പോൾ ആ ഒരു യാത്രയിൽ തന്നെ നമുക്ക് മിറക്കിളിന്റെ ഒരു ജേർണീസ് ആയിരുന്നു. കാരണം മിറക്കിൾസ് ഫുൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഞാനൊരു ട്രെയിൻ യാത്ര തൊട്ട് ആ മിഷൻ തീരുന്നവരെ എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും ദൈവം നമുക്ക് വേണ്ടി ഓരോ മിറക്കിൾ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു.